നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് നടന്ന ഹോസ്റ്റൽ മുറിയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. റാഗിങ്ങിന് ഉപയോഗിച്ച ഡമ്പലിന്റെ ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. 3ാം വർഷ വിദ്യാർത്ഥികളുടെ റൂമിൽ വെച്ച് നടന്നത് കൊടിയ പീഡനമായിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ആദ്യം മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഈ റൂമിൽ വെച്ചാണ് കൊടിയ പീഡനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇപ്പോൾ 5 വിദ്യാർത്ഥികൾക്ക് എതിരെയാണ് പരാതി ഉള്ളത്. 5 പേരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ. അറസ്റ്റ് രേഖപ്പെടുത്തി നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മുറിയിലാണ്, ഹോസ്റ്റൽ മുറിയിലെ ദൃശ്യങ്ങളാണ് കാണാൻ. അതിക്രൂര പീഡനം നടന്ന ഇടമാണ്. ഇവിടെ നിന്നാണ് വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് അതിപ്രാകൃതമായ രീതിയിൽ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടുകൊണ്ട് അങ്ങനെ വിദ്യാർത്ഥികളെ 3ാം മുറ പ്രയോഗത്തിലൂടെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന മുറിയുടെ ദൃശ്യമാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിനോജ് ചേരുന്നുണ്ട്. ഷിനോജ്, അങ്ങനെ പറഞ്ഞാൽ അറയ്ക്കുന്ന രീതിയിലുള്ള മൃഗീയ പീഡന മുറകൾ നടന്ന ഇടത്തിൻ്റെ ദൃശ്യമാണ്. അതിന് അല്പം കൗതുകമുണ്ട്. അതാണിപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ താമസിച്ച ഇടം ആണ് അതിൻ്റെ ആദ്യ ദൃശ്യം. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ലഹരി ഉപയോഗമടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ അതിൻ്റെയൊക്കെ സൂചനകൾ ലഭ്യമാണോ? ചെയ്യപ്പെട്ട റാഗിങ്ങിന് ഇരയാക്കിയ മുറിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ഈ മുറിയിൽ തന്നെ ഒരു ഡമ്പലുണ്ട്. ഈ ഡമ്പൽ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ 3ാം വർഷ വിദ്യാർത്ഥികളെ 1ാം വർഷ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ റാഗിങ്ങിന് ഇരയാക്കിയത്. പൂർണ്ണമായും നഗ്നനാക്കി നിർത്തി ഈ സ്വകാര്യ ഭാഗങ്ങൾ ഉൾപ്പെടെ ജനനേന്ദ്രിയത്തിനുൾപ്പെടെ ഈ ഡമ്പൽ കെട്ടിത്തൂക്കുകയായിരുന്നു. അത്തരത്തിൽ ക്രൂരമായ രീതിയിലുള്ള പീഡനമാണ് ഈ ഹോസ്റ്റൽ മുറിയിൽ കഴിഞ്ഞ 3 മാസമായി നടന്നു വന്നിരുന്നത്. ഈ ഹോസ്റ്റൽ മുറിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. മാത്രമല്ല ആ ഡമ്പൽ ദൃശ്യങ്ങളിൽ കാണാം അത്തരത്തിൽ വളരെ പ്രായോഗികവും ഒരു പ്രാകൃതമായ രീതിയിലുള്ള തരത്തിലുള്ള റാഗിംഗ് ആണ് ഇത്തരത്തിൽ കഴിഞ്ഞ 3 മാസമായി ഈ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ ക്യാമ്പസിലെ ഈ ഹോസ്റ്റലിൽ നടന്നു വന്നിരുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ പ്രതികളെല്ലാം തന്നെ പോലീസിന് പിടിയിലായിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ പൈശാചികമായ രീതിയിൽ വളരെ ക്രൂരമായ രീതിയിലുള്ള റാഗിംഗ് നടന്ന ഹോസ്റ്റലിൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ മുറിയുടെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഈ റാഗിങ്ങിന് ഉപയോഗിച്ച ഡമ്പലിൻ്റെ ദൃശ്യങ്ങളുമാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്തായാലും ഈ മുറിയിൽ വെച്ചാണ് ഈ ഡമ്പൽ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ പ്രതികൾ ഇത്തരത്തിൽ ഈ 1ാം വർഷ വിദ്യാർത്ഥികളെ ക്രൂര പീഡനത്തിനും അതുപോലെ തന്നെ മർദ്ദനത്തിനും ഒക്കെ ഇരയാക്കിയതെന്നാണ് നമുക്ക് പോലീസിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രതികളെ തന്നെ കോടതിയിൽ ഹാജരാക്കും. അതുപോലെ തന്നെ ഈ ഹോസ്റ്റൽ മുറി ഏകദേശം 3ഓളം സീനിയർ വിദ്യാർത്ഥികൾ താമസിക്കുന്നുണ്ട്. അവരാണ്, അതായത് തേർഡ് ഇയർ വിദ്യാർത്ഥികളുടെ മുറിയിൽ വെച്ചാണ് ഇത്തരത്തിൽ റാഗിംഗ് നടന്നത് വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് 1ാം വർഷ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് ബലമായി പിടിച്ച് ഈ സീനിയേഴ്സ് താമസിക്കുന്ന ഈ മുറിയിൽ 3ാം വർഷ വിദ്യാർത്ഥികൾ, അതായത് ദൃശ്യങ്ങളിൽ കാണുന്ന മുറിയിലേക്ക് ബലമായി പിടിച്ചുകൊണ്ട് വരികയായിരുന്നു. അവിടെ ഈ മുറിയിൽ വെച്ച് ഈ കട്ടിലിൽ കിടത്തി അതിനുശേഷം കൈകാലുകൾ കെട്ടിയിടുന്നു. കൈകാലുകൾ കെട്ടിയിടാൻ ശേഷം പൂർണ്ണമായി അവർ വിവസ്ത്രരാക്കുന്നു, വസ്ത്രങ്ങളെല്ലാം ഊരുന്നു. അതിനുശേഷമാണ് 3 മണിക്ക് നമ്മൾ കേരളത്തെ നടുക്കുന്ന ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പോൺ വഴികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും, ഈ വിദ്യാർത്ഥികളുടെ പോക്ക് എങ്ങോട്ടാണ്, ഇതൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യണം. ആ ദൃശ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. മാതൃഭൂമി ന്യൂസാണ് ആദ്യമായി ആ ഇടിമുറിയുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഷിനോജാണ് വിവരങ്ങൾ നൽകുന്നത്.